ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ.ജെ. റീനയുടെ പദവി മാറ്റത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഉത്തരവിന് സ്റ്റേ. ഷബ്ന ചേർന്ന വിവരങ്ങളുമായി വിശദാംശങ്ങൾ. ഷബ്ന. ഷാമിലി, അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഉത്തരവ് ഹൈക്കോടതി ഏതായാലും റദ്ദാക്കിയിരിക്കുന്നു. കാരണം സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഇത് ഒരു ആശ്വാസം തന്നെയുള്ള വിധിയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് വന്നിട്ടുള്ളത്. ഈ അപ്പീലുമായി ഹൈക്കോടതിയെ സമീപിക്കുമ്പോൾ തന്നെ സംസ്ഥാന സർക്കാർ പറഞ്ഞിരുന്നത് ഈ നിയമനം സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ അപാകതയും ഉണ്ടായിട്ടില്ല. കാരണം ഈ ഡോക്ടർ റീനയുടെ കാലാവധി, ഡെപ്യൂട്ടേഷൻ കാലാവധി അവസാനിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലൊരു സ്ഥലമാറ്റം നൽകിയത്. കൂടാതെ റീനയ്ക്ക് ആശ്വാസമായ അല്ലെങ്കിൽ അനുയോജ്യമായ സ്ഥലത്തേക്കാണ് സ്ഥലം മാറ്റിയിരുന്നത്. എറണാകുളത്തേക്ക് സ്ഥലം മാറ്റി. തൃശൂർ സ്വദേശിനിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു ആരോപണം ഉന്നയിക്കുന്നത് അല്ലെങ്കിൽ ഈ ട്രിബ്യൂണൽ ഉത്തരവിട്ടത് അതിൽ അപാകതയുണ്ട് എന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാദം. ഏതായാലും സംസ്ഥാന സർക്കാരിന്റെ വാദം ഹൈക്കോടതി അംഗീകരിച്ചിരിക്കുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു. ആരോഗ്യ വകുപ്പിലെ ഡയറക്ടറായ ഡോക്ടർ റീനയെ സ്ഥലമാറ്റം സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ ഉന്നയിച്ച വാദങ്ങൾ ഏതായാലും ഹൈക്കോടതി അംഗീകരിച്ചിരിക്കുകയാണ്. നേരത്തെ തന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം ഇതിൽ ഒരു അപാകതയും, ഈ സ്ഥലമാറ്റത്തിൽ ഒരു അപാകതയും ഇല്ല എന്നത് തന്നെയായിരുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വലിയ വിവാദമാകുകയും വലിയ ചർച്ചയാകുകയും ചെയ്തതാണ് ഡോക്ടർ റീനയുടെ സ്ഥലമാറ്റം സംബന്ധിച്ച്. സർക്കാർ പ്രതികാര ബുദ്ധിയോടെ പെരുമാറുന്നു എന്നതായിരുന്നു ഡോക്ടർ റീനയുടെ ആരോപണം. കാരണം ആദ്യം ഇവരെ സ്ഥലം മാറ്റിക്കൊണ്ട് ഒരു ഉത്തരവ് ഇറക്കുന്നു, അതിന് പിന്നാലെ ഉത്തരവ് തിരുത്തി മറ്റൊരു ഉത്തരവ് വരുന്നു. അത് അത്തരത്തിലുള്ള സ്ഥലമാറ്റം സംബന്ധിച്ച ഉത്തരവ് അതിൽ അപാകതയുണ്ട്, അത് പ്രതികാര നടപടി എന്ന രീതിയിലായിരുന്നു അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ മുമ്പാകെ ഇത് എത്തുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഈ വിഷയം പരിഗണിച്ച് ഉടൻ തന്നെ ഈ സ്ഥലമാറ്റം സ്റ്റേ ചെയ്തിരുന്നു. പക്ഷേ സ്ഥലമാറ്റം സ്റ്റേ ചെയ്തെങ്കിലും ഇവർ ചാർജ് ഏറ്റെടുക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള തുടർ നടപടികളിലേക്കോ പോയിരുന്നില്ല. ഇതിന് പിന്നാലെയാണ് സംസ്ഥാന സർക്കാർ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ ഉത്തരവിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ ഇതിൽ വാദം നടക്കുമ്പോൾ തന്നെ സംസ്ഥാന സർക്കാർ പറഞ്ഞിരുന്നു ട്രിബ്യൂണലിന്റെ നടപടി നിയമവിരുദ്ധമാണ്. കാരണം സംസ്ഥാന സർക്കാരിന്റെ വിവേചന അധികാരത്തിൽ വരുന്ന കാര്യം, അതായത് അപാകതയില്ലാതെയുള്ള ഒരു സ്ഥലമാറ്റം ഡെപ്യൂട്ടേഷൻ കാലാവധി കഴിഞ്ഞതിന് ശേഷമാണ് ഡോക്ടർ റീന ഈ പോസ്റ്റിൽ തുടർന്നത്. അതോടൊപ്പം തന്നെ ഡോക്ടർ റീനയ്ക്ക് അപ്ഗ്രേഡ് ചെയ്ത്, അതായത് പോസ്റ്റ് അപ്ഗ്രേഡ് ചെയ്താണ് ഈ രീതിയിൽ ഈ നിയമനം നൽകിയിരുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ സംസ്ഥാന സർക്കാർ സൂചിപ്പിച്ചിരുന്നത് ഈ പോസ്റ്റ് ഒരു രീതിയിലും അപാകത വന്നിട്ടില്ല. കാരണം പോസ്റ്റിലോ അല്ലെങ്കിൽ അവരുടെ ഈ സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോ യാതൊരുവിധ നിയമവിരുദ്ധതയും വരാതെയാണ് ഇത്തരത്തിൽ ഒരു നിയമം നൽകിയത്. സംസ്ഥാന സർക്കാർ പകർച്ചവ്യാധി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ അത്തരത്തിലൊരു സാഹചര്യം നിലനിൽക്കുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് ഈ രീതിയിൽ ഇപ്പോൾ ഈ സ്ഥലം മാറ്റം തുടങ്ങിയ കാര്യങ്ങൾ സർക്കാർ അറിയിച്ചിരുന്നു. ഇതേതായാലും കോടതി അംഗീകരിക്കുകയായിരുന്നു. പക്ഷേ ഡോക്ടർ റീന ഹൈക്കോടതിയിൽ പറഞ്ഞിരുന്നത് ഈ ഉത്തരവിൽ തന്നെ അപാകതയുണ്ട്. കാരണം ആദ്യം ഒരു ഉത്തരവ് പുറത്തിറക്കുന്നു, അതിനുശേഷം പിന്നീട് മറ്റൊരു ഉത്തരവ് അത് തിരുത്തി പുറത്തിറക്കുന്നു. ഈ ഉത്തരവിൽ തന്നെ അപാകതയുണ്ടായിരുന്നു. തന്നോട് പ്രതികാര നടപടിയോടെ ഈ സംസ്ഥാന സർക്കാർ പെരുമാറി. അതുകൊണ്ട് തന്നെ ഉത്തരവ് സ്റ്റേ ചെയ്യണം എന്നൊരാവശ്യമായിരുന്നു ഉന്നയിച്ചത്. ട്രിബ്യൂണലിൻ്റെ ഉത്തരവിൽ അപാകത ഇല്ല എന്നതായിരുന്നു ഡോക്ടർ റീനയുടെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത്. പക്ഷേ കോടതി ഇത് പരിഗണിക്കുന്ന വേളയിൽ തന്നെ ട്രിബ്യൂണലല്ല ഈ വിഷയം പരിഗണിക്കേണ്ടത് എന്ന ചോദ്യം ആദ്യഘട്ടത്തിൽ ഉന്നയിച്ചിരുന്നു. അത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലാണ് ഈ വിഷയം പരിഗണിക്കേണ്ടത് എന്നത് വാദത്തിനിടെ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ കോടതി ഏതായാലും ഈ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ ഉത്തരവ് റദ്ദാക്കി ഒരു ഉചിതമായ തീരുമാനം എടുക്കാൻ ട്രിബ്യൂണലിന് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഇൻ്ററിം സ്റ്റേ ആണ് ഉണ്ടായിരുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ ഇടക്കാല ഉത്തരവായിരുന്നു ഉണ്ടായിരുന്നത്. അതാണ് റദ്ദാക്കിയിട്ടുള്ളത്. അന്തിമമായ തീരുമാനം ട്രിബ്യൂണലിനോട് സ്വീകരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഷബ്ന, ഇതിൽ സർക്കാരിന് ആശ്വാസം തന്നെ. അതേസമയം നേരത്തെ ഇക്കാര്യത്തിൽ വലിയൊരു നീതി നിഷേധമാണ് തനിക്ക് അനുഭവപ്പെടുന്നത്, തനിക്കുണ്ടായത് എന്നായിരുന്നു റീനയുടെ പ്രതികരണം ഉണ്ടായത്. അപ്പോൾ ഇത് പരിഗണിക്കുമ്പോൾ എന്തൊക്കെയായിരുന്നു ഡോക്ടർ കെ.ജെ. റീനയുടെ മറുവാദങ്ങൾ?
ശ്യാമിലി, ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ ഉത്തരവ് ഒരു തിരിച്ചടി തന്നെയായിരുന്നു. കാരണം ഡോക്ടർ റീനയെ സ്ഥലം മാറ്റുന്നതിന് സർക്കാർ പറഞ്ഞിരുന്ന കാര്യം തന്നെ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്, അടിയന്തര സാഹചര്യമുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു എറണാകുളത്തേക്ക് ഇവരെ സ്ഥലം മാറ്റുന്നത്. അതിന് പകരം ഒരാളെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. സംസ്ഥാന സർക്കാരിൻ്റെ നടപടിക്രമങ്ങളിൽ യാതൊരുവിധ അപാകതയും ഉണ്ടായില്ല എന്ന് കോടതിയെ ട്രിബ്യൂണലിൽ തന്നെ വാദം ഉന്നയിച്ചിരുന്നു. പക്ഷേ ട്രിബ്യൂണൽ ഈ ഡോക്ടർ റീനയുടെ വാദം അംഗീകരിക്കുകയായിരുന്നു. കാരണം പ്രഥമ ദൃഷ്ട്യാ രണ്ട് ഉത്തരവുകൾ, ആദ്യ ഉത്തരവിൽ ഡോക്ടർ റീനയെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ഉത്തരവ് തിരുത്തുകയും ലീവ് 15 ദിവസം അവധി തുടർച്ചയായി അവധിയെടുത്തു തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. അത് പിന്നീട് 2.5 ദിവസമാണ് എന്ന രീതിയിലേക്ക് മാറ്റം വരുത്തി ഇവരുടെ അപേക്ഷ പരിഗണിച്ചു. അതിനുശേഷം ആ ഉത്തരവ് തന്നെ തിരുത്തുന്നു. അത്തരത്തിൽ ഉത്തരവ് തിരുത്തിയുള്ള ആ നടപടി ട്രിബ്യൂണൽ പരിശോധിക്കുകയും ഈ സർക്കാരിൻ്റെ ഉത്തരവ് സ്റ്റേ ചെയ്യുകയും ചെയ്തു. സംസ്ഥാന സർക്കാർ ആകട്ടെ ഹൈക്കോടതിയെ ഉടൻ തന്നെ സമീപിച്ചിരുന്നു. കാരണം ഏറ്റവും അടുത്ത ദിവസം തന്നെ അപ്പീലുമായി ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്തത്. കാരണം ഈ എമർജൻസി സിറ്റുവേഷൻ ഇപ്പോൾ നിലനിൽക്കുന്നു. ആരോഗ്യ മേഖലയിൽ പകർച്ചവ്യാധി അടക്കമുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ഭരണ കാര്യങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു സ്ഥലമാറ്റം നടത്തിയിട്ടുള്ളത്. കൂടാതെ ഇവർക്ക് അനുയോജ്യമായ സ്ഥലമാണ്. ഡെപ്യൂട്ടേഷൻ കാലാവധി തീർന്നയാളാണ്. ഡെപ്യൂട്ടേഷൻ കാലാവധി തീർന്നിട്ടും അവിടെ തന്നെ നിയമിച്ചതാണ്, പിന്നെ തുടരാൻ അനുവദിച്ചതാണ്. പോസ്റ്റിൽ യാതൊരുവിധ മാറ്റവുമില്ല. കാരണം പോസ്റ്റ് അപ്ഗ്രേഡ് ചെയ്താണ് എറണാകുളത്തേക്ക് സ്ഥലം മാറ്റിയിട്ടുള്ളത്. തൃശ്ശൂർ സ്വദേശിനിയാണ് ഡോക്ടർ റീന, എറണാകുളത്താണ് സ്ഥലം മാറ്റം. അതുകൊണ്ട് ആ രീതിയിലും അപാകതയില്ല. അനുയോജ്യമായ സ്ഥലത്തേക്ക് തന്നെ സ്ഥലമാറ്റം കൊടുക്കുകയായിരുന്നു. അതുകൊണ്ട് ഇതിനെ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല തുടങ്ങിയ കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തിരുന്നു. അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ മുഹമ്മദ് ഷായാണ് സർക്കാരിന് വേണ്ടി ഹാജരായി വാദം നടത്തുകയും ചെയ്തത്. അതിനുശേഷം ഡോക്ടർ റീനയുടെ അഭിഭാഷകൻ പക്ഷേ ഇതിനെ ശക്തമായി എതിർത്തിരുന്നു. തനിക്ക് അനുയോജ്യമായ സ്ഥലത്തല്ല സ്ഥലമാറ്റം നൽകിയത്. കൂടാതെ ഈ പോസ്റ്റ് തമ്മിൽ വ്യത്യാസമുണ്ട്. ആദ്യം വരുന്ന പോസ്റ്റിന് സമാനമായ പോസ്റ്റ് അല്ല ഇപ്പോൾ നൽകിയിട്ടുള്ളത്. പ്രതികാര നടപടിയായിരുന്നു സർക്കാരിൻ്റേത്. കാരണം ഒരു ഉത്തരവിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 15 ദിവസം തുടർച്ചയായി ലീവ് എടുത്തു എന്ന് പറഞ്ഞ് ഉത്തരവിറക്കുന്നു. അതിനുശേഷം അത് 2.5 ദിവസം എന്ന് പറയുമ്പോൾ അത് തിരുത്തുന്നു. അത്തരത്തിൽ 2 ഉത്തരവുകൾ ഇറക്കുന്നു. അതിലൊക്കെ വലിയ അപാകതയുണ്ട്. അത്തരം കൃത്യമായ ഒരു ഗൂഢാലോചനയുടെ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു നടപടിയുടെ ഭാഗമായിട്ടാണ് ഈ ട്രാൻസ്ഫർ. അത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നതായിരുന്നു ഡോക്ടർ റീനയുടെ അഭിഭാഷകന്റെ വാദം. പക്ഷേ കോടതി ഇപ്പോൾ ഏതായാലും ട്രിബ്യൂണലിനോട് ഈ വിഷയം അന്തിമമായി പരിഹരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇടക്കാല ഉത്തരവ് ഹൈക്കോടതി ഈ ട്രിബ്യൂണലിൻ്റെ ഇടക്കാല ഉത്തരവ്, അതായത് ഈ സ്ഥലമാറ്റം സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഇടക്കാല ഉത്തരവ് റദ്ദാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് പ്രകാരം ഇനിയിപ്പോൾ ഇവർക്ക് സ്ഥലം മാറ്റം ലഭിച്ചിട്ടുള്ള സ്ഥലങ്ങൾ, അതായത് ഡോക്ടർ റീന എറണാകുളത്തും ഡോക്ടർ മീനാക്ഷി DHS ആയും സ്ഥാനം ഏൽക്കേണ്ടി വരും. കാരണം ഹൈക്കോടതി ഈ രീതിയിൽ നിർദ്ദേശവും നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ ബാക്കി കേസുകൾ ട്രിബ്യൂണലിൽ തുടരും. ട്രിബ്യൂണലിന് അന്തിമമായി വിധി പറയാം. പക്ഷേ ഈ സ്ഥലം മാറ്റം നിലവിൽ അംഗീകരിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ DHSൻ്റെ കസേര നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഈ കസേര കൈമാറ്റവുമായി ബന്ധപ്പെട്ട് വലിയ തർക്കവും വലിയ കോലാഹലങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതിനി ഏതായാലും പറ്റില്ല. ഹൈക്കോടതി ഉത്തരവോടുകൂടി ഇപ്പോൾ സംസ്ഥാന സർക്കാർ നിശ്ചയിച്ചതുപോലെ ഡോക്ടർ റീനയ്ക്ക് എറണാകുളത്തും ഡോക്ടർ മീനാക്ഷി DHS ആയും ജോയിൻ ചെയ്യേണ്ടി വരും.